ഹലോ. അങ്ങനെ ബാങ്കോങ്ങിലെ 5 ദിവസങ്ങൾക്ക് ശേഷം നമ്മൾ അടുത്തതായിട്ട് പോകുന്നത് ഫുക്കറ്റിലേക്കാണ്. ഫുക്കറ്റിലേക്ക് ബാങ്കോങ് എയർപോർട്ടിൽ നിന്ന് ഫുക്കറ്റിലോട്ട് ഫ്ലൈറ്റ് കയറി നമ്മൾ പോവാണ്. എയർ ഏഷ്യ ആയിരുന്നു നമ്മുടെ ഫ്ലൈറ്റ്. ഒരു 3 മണിക്കൂർ ഓൾമോസ്റ്റ് ആയിരുന്നു ട്രാവല്. ഫുക്കറ്റ് എന്ന് പറയുന്നത് മെയിൻലി കുറേ ഓഷ്യൻസും ബീച്ചും ഐലൻഡ്സൊക്കെ ഉള്ളൊരു പ്ലേസാണ്. നമ്മൾ ഫുക്കറ്റ് എയർപോർട്ടിൽ വന്നിറങ്ങി. എയർപോർട്ടിൽ നമ്മൾ ടാക്സി ഒക്കെ ബുക്ക് ചെയ്യാൻ പോയാൽ ഭയങ്കര റേറ്റ് ആയിരുന്നു. ബാങ്കോങ്ങിനേക്കാളും ഫുക്കറ്റിൽ ടാക്സി റേറ്റ് ഭയങ്കര എക്സ്പെൻസീവ് ആയിരുന്നു. അതുകൊണ്ട് തന്നെ നമ്മളിങ്ങനെ വെളിയിൽ ഇറങ്ങിയപ്പോൾ അവിടെ ഇങ്ങനെ ഒരു പബ്ലിക് ബസ് ഉണ്ടായിരുന്നു. ഫുക്കറ്റിലെ ഏത് പ്ലേസിലോട്ട് വേണേലും പബ്ലിക് ബസ്സിൽ നിന്ന് നമ്മളെ അവർ ഡ്രോപ്പ് ചെയ്യുമായിരുന്നു. പബ്ലിക് ബസ്സിൻ്റെ റേറ്റും വളരെ ചീപ്പായിരുന്നു. 2 പേർക്കും കൂടെ 200 തായ് ബാത്തായിരുന്നു നമുക്ക് ആയിരുന്നത്. അത് ഫിക്സഡ് റേറ്റാണ്. അത് എയർപോർട്ടിൽ നിന്ന് ഏത് സ്റ്റോപ്പിലോട്ട് ഇറങ്ങിയാലും 200 രൂപയായിരുന്നു നമുക്ക് കൊടുക്കേണ്ടത്. പബ്ലിക് ബസ്സിലും അത്യാവശ്യം നല്ല ആളുണ്ടായിരുന്നു. ഞങ്ങളായിരുന്നു ഫസ്റ്റ് കയറിയിരുന്നത്. അതിന് ശേഷം ഇങ്ങനെ ഓരോരുത്തർ ഇങ്ങനെ കയറുന്നുണ്ടായിരുന്നു. നല്ല ജേണി ആയിരുന്നു. നമുക്ക് നല്ല കംഫർട്ടബിളായിട്ടൊക്കെ പോകാൻ പറ്റുന്ന ഒരു ബസ്സായിരുന്നു. ഫുക്കറ്റ് എന്ന് പറയുന്ന പ്ലേസ് എനിക്ക് നമ്മുടെ കേരളം പോലൊക്കെ തന്നെയാണ് തോന്നിയത്. എങ്ങോട്ട് നോക്കിയാലും നമ്മുടെ വാഴയും തെങ്ങും ആയിരുന്നു. അപ്പോൾ കേരളം പോലൊക്കെ തന്നെ. നമ്മൾ സ്റ്റേ ചെയ്തിരുന്നത് അന്തമന്ത്ര എന്ന് പറഞ്ഞൊരു റിസോർട്ടിലായിരുന്നു. ഇതായിരുന്നു ഞങ്ങളുടെ മുറി. ചെറിയൊരു റൂം ടൂറായിരുന്നു. അത്യാവശ്യം നല്ല സ്പേഷ്യസ് ആയിട്ടുള്ള റൂമായിരുന്നു. നല്ല ഒരു ബീച്ച് വ്യൂ ഉള്ള റിസോർട്ടാണ്. പക്ഷേ നമുക്ക് നിർഭാഗ്യവശാൽ കിട്ടിയത് ബീച്ച് വ്യൂ ഉള്ള റൂമല്ലായിരുന്നു. ബാക്കിയെല്ലാം ഫിൽഡായിരുന്നു. അതുകൊണ്ട് കുഴപ്പമില്ലായിരുന്നു. അത്യാവശ്യം നല്ലൊരു റിസോർട്ടായിരുന്നു. അവിടെ നോക്കിയാൽ നമുക്ക് ചെറുതായിട്ടൊക്കെ ബീച്ച് കാണാം. പിന്നെ നമ്മൾ മെയിൻ അവിടെ ചെന്ന ഉടനെ ചെയ്ത ഒരു സ്കൂട്ടർ റെൻറ്റിന് എടുക്കുകയാണ് ചെയ്തത്. അത് നമ്മുടെ ഹോട്ടലിൽ തന്നെ അവൈലബിൾ ആയിരുന്നു. സ്കൂട്ടറിൻ്റെ റെൻറ്റ് എന്ന് പറയുന്നത് പെർ ഡേ 300 തായ് ബാത്ത് ആയിരുന്നു. അങ്ങനെ നമ്മളൊരു 3 ദിവസം സ്കൂട്ടർ റെൻറ്റിന് എടുത്തിരുന്നു. സ്കൂട്ടർ റെൻറ്റിന് നമ്മുടെ പ്രത്യേകം ശ്രദ്ധിക്കുക, നമ്മുടെ ഇന്ത്യൻ ലൈസൻസ് ഇൻ്റർനാഷണൽ ആക്കിയാലേ നമുക്ക് അവിടെ സ്കൂട്ടർ ഓടിക്കാൻ പറ്റത്തുള്ളൂ. എങ്ങാനും ചെക്ക് ചെയ്ത് പോലീസ് പിടിച്ചാൽ ഭയങ്കര വലിയ ഫൈനൊക്കെ കൊടുക്കണം. ഏകദേശം 1000 ബാത്തൊക്കെ നമ്മൾ ഫൈൻ കൊടുക്കണം. അതുകൊണ്ട് ഇന്ത്യൻ ലൈസൻസ് ഇൻ്റർനാഷണൽ ആക്കിയാൽ മാത്രമേ നമുക്കവിടെ സ്കൂട്ടർ ഓടിക്കാൻ പറ്റൂ. പിന്നെ വലിയ ചെക്കിംഗ് ഒന്നും അങ്ങനെ ഇല്ലായിരുന്നു. എന്നാലും ഇൻ്റർനാഷണൽ ഉണ്ടെങ്കിൽ മാത്രം ഓടിക്കാൻ ശ്രമിക്കുക. അപ്പോൾ നമ്മൾ രാത്രിയിൽ സ്കൂട്ടറുമായിട്ട് പത്തോങ് ബീച്ചിലേക്കായിരുന്നു പോയത്. പത്തോങ് ബീച്ച് എന്ന് പറയുന്നത് ഭയങ്കര ഫേമസ് ആയിട്ടുള്ള ഒരു ബീച്ചാണ്. എപ്പോഴും അവിടെ ഫുൾ ഓൺ ആയിട്ടുള്ളൊരു സ്ട്രീറ്റൊക്കെ ഉള്ള ഒരു ബീച്ചാണ്. പത്തോങ് ബീച്ചിൻ്റെ സൈഡിൽ കൂടെ നമ്മൾ നടക്കുമ്പോൾ കുറേ ഫുഡ് സ്റ്റോളുകളാണ് നമുക്ക് കാണാൻ പറ്റുന്നത്. ഫുഡ് സ്റ്റോളും അതുപോലെ തന്നെ പല ഷോപ്പുകളും ഉണ്ടായിരുന്നു. നമ്മൾ ആദ്യം ചെന്ന് പെട്ടത് ഈ ഷോപ്പിലേക്കാണ്. ഇവിടെ നമുക്ക് വെട്ടിൽ, പാറ്റ തുടങ്ങിയ പല സാധനങ്ങളെയും ഫ്രൈ ചെയ്ത് കിട്ടുമായിരുന്നു. അതുവരെ അവരുടേതായ എന്തോ ഒരു മസാലയൊക്കെ ഇട്ട് മിക്സ് ചെയ്ത് നമുക്ക് തരുമായിരുന്നു. ഒരു സ്പൂണിൻ്റെ കണക്ക് വെച്ചായിരുന്നു. ഒരു സ്പൂണിന് 20 തായ് ബാത്തായിരുന്നു. അങ്ങനെ നമ്മൾ ഒരു വെട്ടിലിൻ്റെ ഇത് മേടിച്ചു, ഒരു സ്പൂൺ. അത് ട്രൈ ചെയ്ത് നോക്കി. കുഴപ്പമില്ല എന്നാണ് എൻ്റെ ഹസ്ബൻഡ് പറഞ്ഞത്. എക്സ്പ്രഷനിൽ നിന്ന് നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടായിരിക്കുമല്ലോ. നമ്മളൊരു 2-3 എണ്ണം ട്രൈ ചെയ്ത് നോക്കി. അങ്ങനെ പല വെറൈറ്റി ഓഫ് സാധനങ്ങളെ ഫ്രൈ ചെയ്തിട്ട്, ഇത് കണ്ടോ, തേയിലേനെയൊക്കെ ഫ്രൈ ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. കുറേ പേര് ഇത് ട്രൈ ചെയ്യുന്നുണ്ടായിരുന്നു കേട്ടോ. മിക്കവരും ട്രൈ ചെയ്യുന്നുണ്ടായിരുന്നു. അതിന് ശേഷം നമ്മൾ പോയത് പത്തോങ് സ്ട്രീറ്റിലേക്കാണ്. സ്ട്രീറ്റ് എന്ന് പറയുമ്പോൾ ഫുൾ ഓണായിട്ടുള്ളൊരു സ്ട്രീറ്റാണ്. ഫുൾ 2 സൈഡിലും നമുക്ക് പബ്ബുകളാണ് കാണാൻ പറ്റുന്നത്. ഫുൾ ഓണായിട്ട് എപ്പോഴും അവിടെ ഓരോ പാട്ടും ഓരോ ബാൻഡുകൾ പാട്ട് പാടുന്നു. ഫുൾ ഓണായിട്ട് എപ്പോഴും നല്ല തിരക്കായിട്ടുള്ളൊരു സ്ട്രീറ്റാണ്. ഒരു 2 മണി വരെ ഇവിടെ എപ്പോഴും ഇതുപോലെ നല്ല തിരക്കാണ്. നമ്മൾ നടക്കുമ്പോൾ തന്നെ നല്ല തിരക്കാണ്. നമുക്ക് നല്ല സേഫായിട്ട് നടക്കാൻ പറ്റും. പക്ഷേ ആരും നമ്മളങ്ങനെ വലിയ ഉപദ്രവിക്കാനൊന്നും പറ്റുന്നില്ല. അതുപോലെ നമ്മൾ കുറച്ചങ്ങോട്ട് നടന്ന് പോയപ്പോൾ നമ്മളൊരു
ഫുഡ് സ്ട്രീറ്റ് കണ്ടു. അവിടെ ഫുൾ ഇങ്ങനെ പല വെറൈറ്റി ഓഫ് ഫുഡ് ഉള്ള ഒരു സ്ട്രീറ്റ് ആയിരുന്നു. നമ്മൾക്കതിൽ ട്രൈ ചെയ്തത് ഓയിസ്റ്റർ നമ്മൾ ട്രൈ ചെയ്ത് നോക്കിയായിരുന്നു. ഓയിസ്റ്റർ ഫസ്റ്റ് ടൈമാണ് ട്രൈ ചെയ്യുന്നത്. അവരവരുടേതായ എന്തൊക്കെയോ മസാലയൊക്കെ മിക്സ് ചെയ്ത് നമുക്കറിയില്ലായിരുന്നു എങ്ങനെ കഴിക്കേണ്ടതെന്ന്. അവർ തന്നെ നമ്മളോട് പറഞ്ഞു തന്നു എങ്ങനെ കഴിക്കണമെന്നൊക്കെ. അതുപോലെ നമ്മൾ കഴിച്ചു. എനിക്ക് നന്നായിട്ട് ഇഷ്ടപ്പെട്ടു ഓയിസ്റ്റർ, നല്ല ടേസ്റ്റി ആയിരുന്നു. അങ്ങനെ പല വെറൈറ്റി ഓഫ് ഫിഷ്, നല്ല ഫ്രഷ് ഫിഷുകളും സീ ഫുഡിൻ്റെ കുറേ ഫുഡ് സ്റ്റോളുകളുണ്ടായിരുന്നു. നല്ല ഫ്രഷ് ആയിട്ടുള്ള സീ ഫുഡ് നമുക്ക് ഇവിടുന്ന് അവരപ്പം തന്നെ നമ്മൾ പറയുന്നത് പ്രിപ്പയർ ചെയ്ത് തരുമായിരുന്നു. നല്ല തിരക്കുമായിരുന്നു. കുറേ ആളുകൾ അവിടെ വന്ന് ഫുഡ് കഴിക്കുന്നുണ്ടായിരുന്നു. പിന്നെ ഞാൻ പറഞ്ഞ പോലെ ഇങ്ങനെ നമ്മൾ നടക്കുമ്പോൾ ഫുൾ 2 സൈഡിലും പബ്ബുകളാണ് നമുക്ക് കാണുന്നത്. അങ്ങനെ നമ്മളിങ്ങനെ ഒരു പാട്ട് കേട്ടൊരു പബ്ബിൻ്റെ മുന്നിൽ ഇങ്ങനെ നിന്നാണ്. നല്ല നല്ല മ്യൂസിക്കായിരുന്നു, നല്ല പാട്ടായിരുന്നു. ഓരോ പബ്ബിലും ഓരോരോ ആൾക്കാരുണ്ട്. പിന്നെ പല പല അവിടുത്തെ ട്രഡീഷണൽ ഡ്രസ്സും ഒക്കെ ഇട്ട് ഇങ്ങനെ ഫോട്ടോ എടുക്കാനൊക്കെ പല ആക്ടിവിറ്റീസ് അവിടെ ഉണ്ടായിരുന്നു. അപ്പം നമ്മളിങ്ങനെ നല്ലതായിട്ട് നടക്കാനുണ്ടായിരുന്നു. നല്ല തിരക്കുമായിരുന്നു. എപ്പോഴും ഓണായിട്ടുള്ളൊരു സ്ട്രീറ്റാണ്. അപ്പോൾ അത് കഴിഞ്ഞിട്ട് നമ്മൾ നേരെ ഹോട്ടലിലേക്ക് പോയി. അപ്പോൾ ഫുക്കറ്റിലെ ഫസ്റ്റ് ഡേയിൽ നമ്മൾ പോയത് പത്തോങ് ബീച്ചിലോട്ടായിരുന്നു. അങ്ങനെ അത് കഴിഞ്ഞിട്ടിനി അടുത്ത വ്ളോഗുമായിട്ട് നമുക്ക് ഉടനെ കാണാം. ഓക്കെ, ബൈ ബൈ.